പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്ലിക്കേഷൻസ് ഓഫ് രജിസ്റ്റേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ രജിസ്റ്റേഴ്സ് എന്താണെന്ന് പഠിച്ചു. ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്, സിപ്പോ, പിപ്പോ, സിസോ എന്ന് പറയുന്ന സീരിയൽ ഔട്ട്, സീരിയൽ പാരലൽ ഔട്ട്, പാരലൽ ഔട്ട് എന്ന് പറയുന്ന 3 കോൺഫിഗറേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള അപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ ആദ്യം വരുന്നത് കൗണ്ടേഴ്സ് ആണ്. കൗണ്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും ഒരു പർട്ടിക്കുലർ നമ്പർ വരെ എണ്ണി പോകുന്ന ഒരു ഡിവൈസിനെയാണ് നമ്മൾ കൗണ്ടർ എന്ന് പറയുന്നത്, അല്ലേ? ഇപ്പോൾ 1 to 10 വരെ, അല്ലെങ്കിൽ 1 to 2 വരെ, 2, 3 എത്ര വേണമെങ്കിൽ നമുക്കാവാം. അത്തരം ഡിവൈസുകളെ നമ്മൾ എന്ത് വിളിക്കുന്നത്? കൗണ്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, കൗണ്ടർ ഈസ് ആൻ ഇലക്ട്രോണിക് സർക്യൂട്ട് യൂസ്ഡ് ടു കൗണ്ട് ദ നമ്പർ ഓഫ് ടൈംസ് അവൻ ഈവൻ്റ് ഒക്കേഴ്സ്, അല്ലേ? ഒരു ഇവൻ്റ് എത്ര തവണ സംഭവിക്കുന്നു എന്ന് നമ്മൾ കൗണ്ട് ചെയ്യുന്നതിനാണ് കൗണ്ടർ ഉപയോഗിക്കുന്നത്. ഓക്കെ, in digital electronics, counters are constructed using series of flip-flops. Although any flip-flop can be suitably connected to form a counter, most widely used are D flip-flops. D flip-flops ആണ് നമ്മൾ മെയിനായിട്ടും ഈ ഒരു കൗണ്ടറിൻ്റെ ആപ്ലിക്കേഷനായിട്ട് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ഫ്ലിപ്പ്-ഫ്ലോപ്സ് ആർ ബൈസ്റ്റേറ്റ് ഡിവൈസസ്, അല്ലേ? നമുക്ക് 2 സ്റ്റേറ്റ് ഒരു ഫ്ലിപ്പ്-ഫ്ലോപ്പ് വെച്ച് കിട്ടും. ഒരു 0 ആവാം, 1 ആവാം. മീനിങ് they have 2 states, either 0 or 1. Thus a single flip-flop can track a count of 2. ഒരു സിംഗിൾ ഫ്ലിപ്പ്-ഫ്ലോപ്പ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതിനെന്ത് പറയാം? നമുക്ക് അതൊരു മോഡ് അല്ലെങ്കിൽ 2 വരെ എണ്ണുന്ന അല്ലെങ്കിൽ കിട്ടുന്ന കൗണ്ട് 2 വരെ കിട്ടുന്ന ഒരു ഡിവൈസിനാണ് ഒരു ഡിവൈസാണ് ഫ്ലിപ്പ്-ഫ്ലോപ്പ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇറ്റ് കൗണ്ട്സ് ഫ്രം 0 to 1 ആൻഡ് ഹെൻസ് കോൾഡ് മോഡുലോ 2 കൗണ്ടർ, അല്ലേ? മോഡ് 2 കൗണ്ടർ നമുക്ക് വേണമെങ്കിൽ ഒരു ഫ്ലിപ്പ്-ഫ്ലോപ്പിന്, സിംഗിൾ ഫ്ലിപ്പ്-ഫ്ലോപ്പിനെ നമുക്ക് വിളിക്കാം. ഇനി കൗണ്ടേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൗണ്ടേഴ്സ് ആർ ഡിറ്റർമൈൻഡ് ബൈ ദ മോഡ് ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഫ്ലിപ്പ്-ഫ്ലോപ്സ്. കൗണ്ടേഴ്സ് ക്യാൻ ബി അസിൻക്രണസ്, സിൻക്രണസ്, അപ്പ് ഓർ ഡൗൺ കൗണ്ടർ, പോസിറ്റീവ് ഓർ നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ഡിപ്പെൻഡിങ് ഓൺ ദ കണക്ഷൻ പ്രൊവൈഡഡ്. നമ്മൾ എങ്ങനെ രീതിയിലാണ് കണക്ട് ചെയ്യുന്നത് ആ രീതിയിൽ നമ്മൾ ഓരോ കൗണ്ടേഴ്സിനെ നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ്? അസിൻക്രണസ്, സിൻക്രണസ്, അതുപോലെ അപ്പ് ആൻഡ് ഡൗൺ കൗണ്ടർ, അതുപോലെ പോസിറ്റീവ് ആൻഡ് പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ആൻഡ് നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ്, അങ്ങനെയുള്ള അങ്ങനെ നമ്മുടെ കൗണ്ടേഴ്സിനെ തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ, ദ ബിഹേവിയർ ഓഫ് എ കൗണ്ടർ ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ഇൻ ടേംസ് ഓഫ് ടൈമിംഗ് ഡയഗ്രാം, ട്രൂത്ത് ടേബിൾ ആൻഡ് സ്റ്റേറ്റ് ഡയഗ്രാം. ഇനി റിപ്പിൾ കൗണ്ടർ, ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിൻക്രണസ് കൗണ്ടേഴ്സിനെ കുറിച്ചാണ്. ഏതാണ്? അസിൻക്രണസ് കൗണ്ടേഴ്സിനെ കുറിച്ച് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. അതിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ടൈപ്പാണ് റിപ്പിൾ കൗണ്ടർ. റിപ്പിൾ തന്നെ അപ്പ് കൗണ്ടറും ഡൗൺ കൗണ്ടറും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആദ്യം നമുക്ക് അപ്പ് കൗണ്ടർ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ ഫിഗർ കാണാം. ഫിഗറിൻ്റെ അകത്ത് 4 JK ഫ്ലിപ്പ്-ഫ്ലോപ്പ് വെച്ചിട്ടുണ്ട്. ഈ JK ഫ്ലിപ്പ്-ഫ്ലോപ്പിൻ്റെ ക്ലോക്ക് നഷ്ടത്തിൽ കാണാം. ക്ലോക്ക് ഒരു JK ഫ്ലിപ്പ്-ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടാണ് മറ്റേ JK ഫ്ലിപ്പ്-ഫ്ലോപ്പിൻ്റെ ക്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം. പിന്നെ Jയും Kയും നമ്മൾ ഷോർട്ട് എന്ന് പറഞ്ഞാൽ കമ്പൈൻ ചെയ്തുകൊണ്ട് നമ്മൾ VCCയിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ അതിൻ്റെ ഓരോന്നിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ABC എന്ന് പറയുന്ന ഔട്ട്പുട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, എ സിസ്റ്റം ക്ലോക്ക് സ്ക്വയർ ഡ്രൈവൺ ഫ്ലിപ്പ്-ഫ്ലോപ്പ്, ദ ഔട്ട്പുട്ട് A drives B and the output of B drives the flip-flop C. All the J and K inputs are tied to plus VCC. പ്ലസ് VCCയിലേക്കാണ് ഇതിനെല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത്. ദിസ് മീൻസ് ദാറ്റ് ഈച്ച് ഫ്ലിപ്പ്-ഫ്ലോപ്പ് വിൽ ചേഞ്ച് സ്റ്റേറ്റ് വിത്ത് എ നെഗറ്റീവ് ട്രാൻസിഷൻ ഓഫ് ഇറ്റ്സ് ക്ലോക്ക് ഇൻപുട്ട്. അപ്പോൾ പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് ഇത് ചേഞ്ച് ചെയ്യുന്ന സമയത്ത്, ട്രാൻസിഷൻ സംഭവിക്കുമ്പോഴാണ് ഇതിൻ്റെ ഓപ്പറേഷൻ നടക്കുന്നത്. ഓക്കെ, നോക്കിയ ഈ ഗ്രാഫിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ ഈ വേവ് ഫോമിൽ ഈ എ എന്ന് പറയുന്ന പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ. ഇവിടുന്ന് പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് അല്ലെങ്കിൽ ഒരു ഫാളിങ് എഡ്ജിലാണ് ഈ ഒരു ട്രാൻസിഷൻ സംഭവിക്കുന്നത്. എൻ്റെ ഔട്ട്പുട്ട് ഹൈ ആയി മാറുന്നത്. അപ്പം അതിൻ്റെ Jയും Kയും നമ്മൾ ഹൈ ആക്കി വെച്ചിരിക്കുകയാണ്. ഓൾറെഡി VCCയിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് എ എന്ന് പറയുന്ന പോയിന്റ് എത്തുന്ന സമയത്ത് നമ്മുടെ ഫസ്റ്റ് ഫ്ലിപ്പ്-ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് ഹൈ ആയി വരുന്നു. ഓക്കെ, ഇനി ഈ ഒരു ഫ്ലിപ്പ്-ഫ്ലോപ്പ് എൻ്റെ ഫ്ലിപ്പ്-ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എപ്പോഴാണോ ഇത് 0 അല്ലെങ്കിൽ 0ലേക്ക് പോകുന്നത്, ലോ ലെവലിലേക്ക് പോകുന്നത് അപ്പോഴായിരിക്കും ബിൻ്റെ ഔട്ട്പുട്ട് ചേഞ്ച് ആവുന്നത്, അല്ലേ? ഹൈ ആയി മാറുന്നത്. ഇനി ബിയുടെ ഔട്ട്പുട്ട് എപ്പോഴാണോ ലോ ആവുന്നത്, ലോയിലേക്ക് പോകുന്നത്, അപ്പോഴായിരിക്കും സിൻ്റെ ഔട്ട്പുട്ട് ഹൈ ആവുന്നത്, അല്ലേ? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ
ഓക്കെ, അതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രൊപ്പഗേഷൻ ഡിലേയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ട്രിഗർ മൂവ്സ് ടു ദ ഫ്ലിപ്പ് ഫ്ലോപ്സ് ലൈക്ക് എ റിപ്പിൾ. ഒരു വാട്ടറിനകത്തുള്ള റിപ്പിള് മൂവ് ചെയ്യുന്ന പോലെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ബിക്കോസ് ഓഫ് ദിസ് ദ ഓവറോൾ പ്രൊപ്പഗേഷൻ ഡിലേ ടൈം ഈസ് ദ സം ഓഫ് ഇൻഡിവിജ്വൽ ഡിലേസ് ആണ്. ഫോർ ഇൻസ്റ്റൻസ്, ഇഫ് ഈച്ച് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇൻ this 3 flip-flop counter has a propagation delay time of 10 nanosecond. The overall propagation delay time for a counter is a 30 nanosecond. അപ്പോൾ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിന് നമ്മൾ ഒരു 10 നാനോസെക്കൻഡ് അസ്യൂം ചെയ്യുകയാണെങ്കിൽ ഈ ടോട്ടൽ കൗണ്ടറിൻ്റെ ടൈം ഡിലേ എന്ന് പറയുന്നത് എത്ര വരും? 30 നാനോ സെക്കൻഡ്സ് വരും. അപ്പോൾ നോക്കിയേ, ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കിയാൽ മനസ്സിലാവും. ഫസ്റ്റ് സ്റ്റേറ്റ് 000 കംപ്ലീറ്റ് 0 ആണ്. 001 010 011 100 101 110 111. അപ്പം നമുക്ക് 0 to 7 വരെ എണ്ണുന്ന ഒരു കൗണ്ടർ നമുക്ക് റെഡി അല്ലേ. 3 മോഡുലോ 7 കൗണ്ടറാണ്, 7 വരെ എണ്ണുന്ന ഒരു കൗണ്ടറാണ് ഇപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതാണ് റിപ്പിൾ കൗണ്ടർ, റിപ്പിൾ അപ്പ് കൗണ്ടർ അല്ലേ. 0 to 7 വരെയാണ് പോകുന്നത്. ഇനി റിപ്പിൾ അപ്പ് കൗണ്ടറിന് തന്നെ ചിപ്പ് നമുക്ക് നമ്മുടെ സിലബസിൽ പറയുന്നുണ്ട് 74993A എന്ന് പറയുന്ന ഐസിൻ്റെ പിൻ ഡീറ്റെയിൽസ് ആണ്. അതിൻ്റെ ലോജിക്കൽ ഡയഗ്രമാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ ഓപ്പറേഷൻസ് എല്ലാം സെയിം ആണ്. അപ്പോൾ ഇവിടെ 4 ബിറ്റ് ഉണ്ട്. 4 ബിറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് 16 വരെ നമുക്ക് ഒരു ഔട്ട്പുട്ട് കിട്ടുന്ന എണ്ണുന്ന ഒരു കൗണ്ടർ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും ഈ ഒരു IC ഉപയോഗിച്ചുകൊണ്ട്. ഇനി അസിൻക്രണസ് കൗണ്ടർ തന്നെ റിപ്പിൾ ഡൗൺ കൗണ്ടർ. ഓക്കെ, റിപ്പിൾ ഡൗൺ കൗണ്ടർ എന്താ സംഭവിച്ചത്? ഇവിടെ ജെയും കെയും എല്ലാം VCC കണക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താ സംഭവിച്ചത്? എ ബാർ എന്നാണ് ഇതിലേക്ക്, അല്ലെങ്കിൽ ബി ബാർ എന്നാണ് ഔട്ട്പുട്ട് ക്ലോക്കായിട്ട് അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്കായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. തൊട്ട് മുമ്പുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ കോംപ്ലിമെൻ്റ് നടത്തിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ എ ബാർ എന്നായിരിക്കും ഇതിൻ്റെ ക്ലോക്കായിട്ട്. നേരത്തെ എടുത്തിരുന്നത് എവിടെ നിന്നായിരുന്നു? എ എന്ന് തന്നെ ആയിരുന്നു അപ്പ് കൗണ്ടർ ആണെങ്കിൽ എ എന്ന് തന്നെ ആയിരിക്കും ഔട്ട്പുട്ട് എടുത്തിട്ടുണ്ടാവുക. പക്ഷേ ഡൗൺ കൗണ്ടർ ആകുമ്പോൾ നമ്മൾ എവിടെ എടുക്കുന്നത്? എ ബാർ എന്നാണ് എടുക്കുന്നത്. ഓക്കെ, അത്ര വ്യത്യാസമേ ഉള്ളൂ അപ്പ് ആൻഡ് ഡൗൺ കൗണ്ടറിൻ്റെ സർക്യൂട്ടിലെ ഡിഫറൻസ്. മറ്റേതെല്ലാം സെയിം ആണ്. നെഗറ്റീവ് നമ്മുടെ പോസിറ്റീവ് നിന്ന് അല്ലെങ്കിൽ ഹൈ നിന്ന് ലോയിലേക്ക് പോകുന്ന ലോവർ ട്രാൻസിഷനിലാണ് എന്ത് സംഭവിക്കുന്നത്? ഈ ഒരു ട്രാൻസിഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് മാറുന്നത് അപ്പോഴായിരിക്കും. ക്ലോക്ക് സിഗ്നലിൻ്റെ നെഗറ്റീവ് ട്രാൻസിഷനിലാണ്, അല്ലെങ്കിൽ സീറോയിലേക്ക് ട്രാൻസിഷൻ സംഭവിക്കുന്ന സമയത്താണ് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് മാറുന്നത്. ഓക്കെ, നോക്കി ഇവിടെ നോക്കാം. ആദ്യം 111 വന്നു, 1110 അങ്ങനെ പോയി നമുക്ക് 000 വരെ കിട്ടുന്ന ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പാണ് ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത്, ഡിസൈൻ ചെയ്തിരിക്കുന്നത് അല്ലേ. റിപ്പിൾ ഡൗൺ കൗണ്ടർ. ബാക്കിയെല്ലാം സെയിമാണ്, നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെ എല്ലാ കാര്യങ്ങളും വരുന്നത്. ഇനി അപ്പ് ഡൗൺ കൗണ്ടർ, അസിൻക്രണസ് കൗണ്ടർ തന്നെ രണ്ടും കൂടി വരുന്നത്, രണ്ടും ഒരേ സർക്യൂട്ടിൽ തന്നെ വരുന്നതാണ് റിപ്പിൾ ഡൗൺ അപ്പ് ആൻഡ് ഡൗൺ കൗണ്ടർ. അപ്പോൾ 3 ബിറ്റ് സിൻക്രണസ് അപ്പ് ആൻഡ് ഡൗൺ കൗണ്ടർ ദാറ്റ് കൗണ്ട്സ് ഇൻ സ്ട്രൈറ്റ് ബൈനറി സീക്വൻസ് ഷോൺ ഇൻ ഫിഗർ. സ്ട്രൈറ്റ് ആയിട്ടാണ് 1 to 7 വരെ, അല്ലെങ്കിൽ 7 to 1 വരെ, 0 വരെ. ഇറ്റ് ഈസ് സിംപ്ലി എ കോമ്പിനേഷൻ ഓഫ് 2 കൗണ്ടേഴ്സ് ഡിസ്കസ്ഡ് പ്രീവിയസ്ലി. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഡൗൺ കൗണ്ടറിൻ്റെയും അപ്പ് കൗണ്ടറിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഈ റിപ്പിൾ അപ്പ് ഡൗൺ കൗണ്ടർ എന്ന് പറയുന്നത്. If the countdown control line is low and count up control line high, this will be the case and the counter will have a count up. എന്തായിരിക്കണം? ഒരു അപ്പ് കൗണ്ടർ ആയിട്ടാണ് നമ്മൾ ഇതിനെ സെറ്റ് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കണം? ഈ കൺട്രോൾ ഡൗൺ അതുപോലെ കൺട്രോൾ അപ്പ്, കൺട്രോൾ ഡൗൺ ലോ ആയിരിക്കണം, കൺട്രോൾ അപ്പ് ഹൈ ആയിരിക്കണം അല്ലേ. കൺട്രോൾ അപ്പ് കൺട്രോൾ അപ്പ് അല്ല, കൗണ്ട് അപ്പ് ഹൈ ആണെങ്കിൽ ഇത് അപ്പ് കൗണ്ടർ ആയിരിക്കും. കൗണ്ട് അപ്പ് ഹൈയും കൗണ്ട് ഡൗൺ ലോയും ആണെങ്കിൽ ഇതെന്തായിരിക്കും? അപ്പ് കൗണ്ടർ ആയിരിക്കും. ഓക്കെ, സ്വാഭാവികം നമുക്കറിയാം കൗണ്ട് അപ്പ് ഹൈ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഹൈ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ആൻഡ് ഗേറ്റിന് ഔട്ട്പുട്ട് വരത്തുള്ളൂ അല്ലേ. അതുപോലെ തന്നെ കൗണ്ട് ഡൗൺ ലോ ആണെങ്കിൽ മാത്രമേ, കൗണ്ട് ഡൗൺ ഹൈ ആണെങ്കിൽ മാത്രമേ ഈ ആൻഡ് ഗേറ്റിന് ഔട്ട്പുട്ട് ഹൈ ആവത്തുള്ളൂ. ഏതെങ്കിലും ഒരു 1 വന്നെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ? ഈ ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് ഹൈ ആവത്തുള്ളൂ. അങ്ങനെ ഹൈ ആകുമ്പോൾ മാത്രമേ ഈ ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പും വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നോക്കി, ഈ കൗണ്ട് അപ്പ് ഹൈ ആണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട്, ഈ എൻ്റെ ഔട്ട്പുട്ട് ഡയറക്റ്റ് എവിടെ വരും?
നമ്മുടെ ഈ ക്ലോക്കിൻ്റെ ഇൻപുട്ടിലേക്ക് വരും. അതുപോലെ ഈ കൗണ്ട് ഡൗൺ ഹൈ ആണെങ്കിൽ കൗണ്ട് അപ്പ് ലോയും കൗണ്ട് ഡൗൺ ഹൈയും ആണെങ്കിൽ ഈ എ ബാറിൽ വരുന്ന വാല്യൂസ് എവിടെ വരും? ഇവിടെ വരും. അത് 1 ആവുന്ന സമയത്ത് ക്ലോക്ക് വർക്ക് ചെയ്യും അല്ലേ. 1 to ഡൗൺ നമ്മുടെ നെഗറ്റീവ് ട്രാൻസിഷനിലേക്ക് വരുന്ന സമയത്ത് ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് വർക്ക് ചെയ്യും, ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ഇനി റിപ്പിൾ അപ്പ് കൗണ്ടർ തന്നെ. ഓൺ ദ അതർ ഹാൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞ കൗണ്ട് ഡൗൺ ഹൈയും കൗണ്ട് അപ്പ് ലോ ആണെങ്കിൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് വിൽ ട്രിഗേർഡ് ഫ്രം ദ കോംപ്ലിമെൻറ്റ് സൈഡ് ദ പ്രീവിയസ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. അതായത് കൗണ്ട് ഡൗൺ മോഡിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ദിസ് പ്രോസസ് ക്യാൻ ബി കണ്ടിന്യൂഡ് ടു അതർ ഫ്ലിപ്പ് ഫ്ലോപ്സ് ഡൗൺ ദ ലൈൻ ടു ഫോം എ അപ്പ് ഡൗൺ കൗണ്ടർ ഫോർ ലാർജർ മോഡലായി അല്ലേ. അപ്പോൾ ഏതാണോ അതിൻ്റെ അവസാനം വരുന്ന അതിൻ്റെ മാക്സിമം കിട്ടുന്ന സംഖ്യ അല്ലെങ്കിൽ അതുവരെ അത് എണ്ണിപ്പോവും. അപ്പോൾ നിങ്ങൾക്ക് 2 പ്രോബ്ലംസ് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ ലാർജസ്റ്റ് ബൈനറി നമ്പർ റെപ്രസെൻറ്റബിൾ ബൈ എ മോഡ് 6 റിപ്പിൾ കൗണ്ടർ. അതുപോലെ ഹൗ മെനി ഫ്ലിപ്പ് ഫ്ലോപ്സ് ആർ റിക്വയർഡ് ടു കൺസ്ട്രക്ട് എ മോഡ് 1024 കൗണ്ടർ. ഇപ്പോൾ എത്ര ഒരു 1024 റിപ്പിൾ കൗണ്ടർ മോഡ് 1024 റിപ്പിൾ കൗണ്ടർ ഉണ്ടാക്കണമെങ്കിൽ എത്ര ഫ്ലിപ്പ് ഫ്ലോപ്സ് വേണം? അതുപോലെ തന്നെ മോഡ് 6 റിപ്പിൾ കൗണ്ടർ ആണെങ്കിൽ എത്ര നമ്പർ വരെ അത് ഉപയോഗിച്ചുകൊണ്ട് എണ്ണാൻ കഴിയും എന്നുള്ളതാണ് 2 ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യുക. ഇനി ഡീകോഡേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ അസിങ്ക്രണസ് കഴിഞ്ഞു, സിങ്ക്രണസ് കൗണ്ടർ കഴിഞ്ഞു. പിന്നെ ഡീകോഡേഴ്സ് പറഞ്ഞിട്ട് നമുക്ക് ഈ പറയുന്ന സിങ്ക്രണസിലേക്ക് പോകും. അസിങ്ക്രണസ് അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഇനി ഡീകോഡേഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് പോവാം, സിങ്ക്രണസ് കൗണ്ടേഴ്സിലേക്ക് പോവാം. In digital electronics, discrete quantities of information are represented by binary codes. A binary code of n bits is capable of representing up to 2 raised to n distinct elements of coded information. The name decoder means to translate or decode coded information from one format to another. So, digital decoder transforms a set of digital input signals into an equivalent decimal code അറ്റ് ഇറ്റ്സ് ഔട്ട്പുട്ട് അല്ലേ. അപ്പോൾ നമ്മളൊരു ഡിവൈസ് ഉണ്ടാക്കി ഒരു കൗണ്ടർ ഉണ്ടാക്കി ഡിസൈൻ ചെയ്തിരിക്കും. അപ്പോൾ കൗണ്ടറിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്ന ഒരു ബൈനറി ഔട്ട്പുട്ട് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ബൈനറിനെ നമുക്ക് ഒരു ഡെസിമൽ ഫോർമാറ്റിലേക്കൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഒരു ഡീകോഡർ ആവശ്യമാണ്. അത്തരത്തിലുള്ള ഡിവൈസുകളാണ് നമ്മൾ വിളിക്കുന്നത് ഡീകോഡേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡീകോഡർ ഇസ് എ കോമ്പിനേഷൻ സർക്യൂട്ട് ദാറ്റ് കൺവേർട്സ് ബൈനറി ഇൻഫർമേഷൻ ഫ്രം n ഇൻപുട്ട് ലൈൻസ്. കുറേ ഇൻപുട്ട് ലൈൻസിൽ കിട്ടുന്ന, ഇപ്പം കൗണ്ടർ ആണെങ്കിൽ ABCD 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് 4 ഔട്ട്പുട്ട് ഉണ്ടാവും. ഈ 4 ഔട്ട്പുട്ട് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ഡീകോഡറിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. കോമ്പിനേഷൻ സർക്യൂട്ട് ദാറ്റ് കൺവേർട്സ് ബൈനറി ഇൻഫർമേഷൻ ഫ്രം n ഇൻപുട്ട് ലൈൻസ് ടു എ മാക്സിമം ഓഫ് 2 raised to n യൂണീക്ക് ഔട്ട്പുട്ട് ലൈൻസ്. എ decoding gate can connected to the output of a counter in such a way that the output of a gate will be high only when the counter contents are equal to the given state. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഒരു റിപ്പിൾ കൗണ്ടറിൻ്റെ ഔട്ട്പുട്ട് അല്ലേ, ഒരു റിപ്പിൾ കൗണ്ടറിൻ്റെ ഔട്ട്പുട്ട് ഫോർ ഇൻസ്റ്റൻസ് ദ ഡീകോഡിംഗ് ഗേറ്റ് കണക്റ്റഡ് ടു ദ 3-bit റിപ്പിൾ കൗണ്ടർ വിൽ ഡീകോഡ് ദ സ്റ്റേറ്റ് 7. എങ്ങനെ വരുന്നത്? ഇവിടെ കാണാം. ഇതാണ് 3 ഫ്ലിപ്പ് ഫ്ലോപ്സ് അടങ്ങിയിരിക്കുന്ന ഒരു റിപ്പിൾ കൗണ്ടർ. അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് 7 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കണം? ഇതിന് 3 ഔട്ട്പുട്ട് എടുത്തിട്ട് എന്ത് ചെയ്യണം? ഒരു ആൻഡ് ഗേറ്റ് കൊടുക്കണം അല്ലേ. ഈ 3 ഔട്ട്പുട്ട് ആൻഡ് ഗേറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇതൊരു 7 ആണെന്ന്. ഇതിൻ്റെ ഔട്ട്പുട്ട് 1 ആണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് 7 ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പം ഇനി 5 ആണെങ്കിലോ A⁻BC എന്നുള്ള ഒരു ഔട്ട്പുട്ടാണ് നമ്മൾ ഈ ഇൻപുട്ടായിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, thus the gate output will high only A, B and C equal to 1 and the waveform appearing at the output of the gate is labeled 7. The Boolean expression for this gate can be written as CBA. A comparison with the truth table for this counter will reveal that the condition CBA 111 is true only for the state 7. The other 7 state of the counter can be decoded in a similar fashion. നോക്കിയേ, ഈ വേവ് ഫോംസ് നോക്കി നമുക്ക് മനസ്സിലാക്കാം. ഈ 7 എന്ന് പറയുന്നത് ഹൈ ആവുന്നത് എപ്പോഴാണ്? സിയും ബിയും എയും ഹൈ ആയി നിൽക്കുന്ന സമയത്താണ്. ഇനി 5 ഹൈ ആവുന്നത് എപ്പോഴാണ്? അല്ലെങ്കിൽ 5 നമുക്ക് കിട്ടുന്നത് എപ്പോഴാണ്? സിയും
എയും ഹൈ ആണ്, അതേസമയത്ത് ബി എന്ന് പറയുന്നത് എന്താണ്, ലോയിലാണ് നിൽക്കുന്നത്. ഓക്കെ, എ ഹൈ ആണ്, ബി ലോ ആണ്, സി എന്താണ്, ഹൈ ആണ്. അപ്പോൾ ഇവിടെ ഇവിടെ എ ബി ബാർ സി കണ്ടില്ലേ, എ ബി ബാർ സി. ഓക്കെ, അങ്ങനെ നമുക്ക് ഏതിൻ്റെയും നമുക്ക് ഡീകോഡർ ഇങ്ങനെ വരച്ചുണ്ടാക്കാൻ കഴിയും. എ ബാർ ബി ബാർ സി ആണെങ്കിൽ 0 ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. എ ബി ബാർ സി ബാർ ആണെങ്കിൽ എന്തായിരിക്കും, 1 ആയിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലേ, 1 ആയിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ നമുക്ക് ഓരോന്നും നമുക്ക് ഇതിനെ എടുത്ത് കാണിക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് അതിൻ്റെ കൗണ്ട് അപ്പ് ഇൻ മോഡിൻ്റെയും കൗണ്ട് ഡൗൺ മോഡും നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഗ്രാഫുകൾ കാണിച്ചിട്ടുണ്ട്. ഓരോന്നിൻ്റെ ഔട്ട്പുട്ട് വരുന്ന സമയത്തും 1 ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന 1, 2, 3, 4, 5, 6, 7 ആണെങ്കിൽ അതിൻ്റെ കോഡ് എന്തായിരിക്കും ഉണ്ടാവുക, എ എന്ന് പറയുന്നത് ഡൗൺ. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇതെടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ 2 എന്ന് പറയുന്നത് എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും, എ ബി സി എടുത്തു കഴിഞ്ഞാൽ എ ബാർ ബി സി ബാർ അല്ലേ, എ ബാർ ബി സി ബാർ ആയിരിക്കും 2 ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു റെപ്രസെൻറ്റേഷൻ്റെ ഒരു കൗണ്ടിങ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി സിങ്ക്രണസ് കൗണ്ടർ. ദ റിപ്പിൾ ഓർ അസിങ്ക്രണസ് കൗണ്ടർ ഈസ് ദ സിംപ്ലസ്റ്റ് ടു ബിൽഡ്, ബട്ട് ദർ ഇസ് എ ലിമിറ്റ് ടു ഇറ്റ്സ് ഹയസ്റ്റ് ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി അല്ലേ. ഇപ്പോൾ അസിങ്ക്രണസ് കൗണ്ടർ എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ ക്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്, ഒന്നിൻ്റെ ഔട്ട്പുട്ടാണ് മറ്റേതിൻ്റെ ക്ലോക്കായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ലോ ആയിരിക്കും, പക്ഷേ ഉണ്ടാക്കാൻ എളുപ്പമാണെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ ഹയസ്റ്റ് ഫ്രീക്വൻസിയിൽ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഈച്ച് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഹാസ് എ ഡിലേ ടൈം ഇൻ എ റിപ്പിൾ കൗണ്ടർ. ദിസ് ഡിലേ ടൈം ആർ അഡിറ്റീവ് ആൻഡ് ദ ടോട്ടൽ സെറ്റിലിംഗ് ടൈം ഫോർ ദ കൗണ്ടർ ഈസ് അപ്രോക്സിമേറ്റ്ലി ദ ഡിലേ ടൈം ടൈംസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ്. സോ നമ്മളൊരു കുറച്ച് 2-3 ഫ്ലിപ്പ് ഫ്ലോപ്സ് അല്ലെങ്കിൽ വലിയ സംഖ്യയാണ് നമുക്ക് കൗണ്ട് ചെയ്യണമെങ്കിൽ അത്രയും ഫ്ലിപ്പ് ഫ്ലോപ്സ് വെക്കുന്ന സമയം തന്നെ എന്ത് സംഭവിക്കും, ആ ഫ്ലിപ്പ് ഫ്ലോപ്സിൻ്റെ അത്രയും തന്നെ ഡിലേ ടൈമും അതിനോടൊപ്പം തന്നെ കൂടും ചെയ്യും. ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് ഗ്ലിച്ചസ് അല്ലേ. അത് മാത്രമല്ല എന്തുണ്ട്, ഗ്ലിച്ചസിൻ്റെ പ്രശ്നങ്ങളും അവിടെ വരുന്നുണ്ട്. അപ്പം ഇത് ക്ലോക്ക് സിഗ്നലും അതിൻ്റെ പ്രൊപ്പഗേഷൻ ഡിലേയും കറക്റ്റ് അല്ലെങ്കിൽ ചെറിയ ഒരു ഡിലേ ഗ്ലിച്ചസ് അവിടെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. occurring at the output of a decoding gates used with the ripple counter. The first problem fully and second problem the some extent can be overcome by using the synchronous parallel കൗണ്ടർ. ഇപ്പോൾ സിങ്ക്രണസ് പാരലൽ കൗണ്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ 2 പ്രോബ്ലംസ്, അതായത് ഈ ഡിലേ ടൈമിൻ്റെ പ്രശ്നവും അതുപോലെ ഗ്ലിച്ചസിൻ്റെ പ്രശ്നവും നമുക്ക് ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ സിങ്ക്രണസ് കൗണ്ടറിൻ്റെ പ്രത്യേകത. ദ മെയിൻ ഡിഫറൻസ് ഹിയർ ഇസ് ദാറ്റ് എവറി ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് ട്രിഗേർഡ് ഇൻ എ സിങ്ക്രണസ് വിത്ത് ദ ക്ലോക്ക്. എന്താണ് ഡിഫറൻസ്? ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പും അതിൻ്റെ ക്ലോക്കുമായിട്ട് സിങ്ക്രണൈസ്ഡ് ആണ്. അതായത് ഒരു ക്ലോക്ക് മാറുന്ന സമയം തന്നെ അതിൽ അടങ്ങിയിരിക്കുന്ന ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടും അതേ സമയം തന്നെ മാറുകയും ചെയ്യും. അതാണ് സിങ്ക്രണസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റേതെന്താണ്? അസിങ്ക്രണസ് ആണ്. ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് മാത്രമേ ഒരു ക്ലോക്കിൻ്റെ സമയത്ത് മാറത്തുള്ളൂ. ആ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് ചേഞ്ച് ആവുന്ന സമയത്ത് മാത്രമേ അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്സിൻ്റെ ഔട്ട്പുട്ട് മാറും. അതാണ് അസിങ്ക്രണസിൻ്റെ ഒരു പ്രോബ്ലം. ഈ സിങ്ക്രണസ് ആകുമ്പോഴത്തേക്കും ക്ലോക്കിൻ്റെ അതേ സ്പീഡിൽ തന്നെ എല്ലാം വർക്ക് ചെയ്യുന്നുള്ളതാണ് സിങ്ക്രണസിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമുക്ക് ആ ഡിലേ ടൈമിൻ്റെ പ്രോബ്ലം നമുക്ക് അവിടെ ഒഴിവാക്കാൻ കഴിയും. ഓക്കെ, the clock is applied directly to flip-flops A since the JK flip-flop usually responds to a negative transition. Okay. At the clock input and it toggles when the both J and K inputs are high. Flip-flops A will change state with each clock NT. ഈ NT എന്ന് ഉദ്ദേശിക്കുന്നത് നെഗറ്റീവ് ട്രാൻസിഷൻ ആണ്, നെഗറ്റീവ് ട്രാൻസിഷൻ. Whenever A is high and gate X is enabled and a clock pulse is passed through the gate to the clock input of the flip-flop B. Thus B changes state with every other clock NT at a point B, D, F and H on the timeline. Since there is an additional AND gate delay for the clock B flip-flops in comparison into a flip-flop, it is not a parallel counter in strict sense of the term. Since AND gate Y is enabled and will transmit the clock to flip-flop C only when both A and B are high, flip-flop C changes state with every fourth clock NT
നെഗറ്റീവ് ട്രാൻസിഷൻ അറ്റ് പോയിന്റ് ഡി ആൻഡ് എച്ച് ഓൺ ടൈം ലൈൻ. നമുക്ക് നോക്കാം അതിൻ്റെ ഫിഗറിലേക്ക് വരാം. നോക്കിയേ, സിങ്ക്രണസ് കൗണ്ടറിൽ നമ്മൾ ഇതിൻ്റെ ജെയും കെയും VCC കണക്ട് ചെയ്തിട്ടുണ്ട്. ഓരോന്നിൻ്റെയും ജെയും കെയും VCC കണക്ട് ചെയ്തിട്ടുണ്ട്. ക്ലോക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ക്ലോക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ആൻഡ് ഗേറ്റ് വഴിയാണ് ഇവിടെ ക്ലോക്ക് കൊടുക്കുന്നത്. അടുത്ത ആൻഡ് ഗേറ്റ് വഴിയാണ് അടുത്ത ക്ലോക്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ തന്നെ ഈ ഒരു ക്ലോക്ക് കിട്ടുന്ന സമയം തന്നെ ഔട്ട്പുട്ട് എന്ത് ചെയ്യും, ഇവിടെ ഈ ഇതിൻ്റെ ഇൻപുട്ടിലൊരു ക്ലോക്കായിട്ട് വരും. ഓക്കെ, നോക്കാം 0 0 0 0 0 1 കിട്ടി, 1 2 3 അങ്ങനെ 7 വരെ നമുക്ക് ഇതിൻ്റെ ഒരു കൗണ്ടിങ് കിട്ടും. അപ്പോൾ നെഗറ്റീവ് ട്രാൻസിഷൻ വരുന്ന സമയത്ത് ഫസ്റ്റ് എ ഹൈ ആയി മാറി അല്ലേ. ഇവിടുന്ന് നെഗറ്റീവ് ട്രാൻസിഷനിൽ എൻ്റെ ഔട്ട്പുട്ട് ഹൈ ആയി മാറി. എൻ്റെ ഔട്ട്പുട്ട് ഹൈ ആയി നോക്കി, ഇവിടെ ഔട്ട്പുട്ട് ഹൈ ആണ്. ഇവിടെ ആ സമയത്ത് ഹൈ ആൻഡ് ഗേറ്റിന് ഔട്ട്പുട്ട് ലോ ആയിരിക്കും. അടുത്ത ഹൈ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഈ ക്ലോക്കിൽ വരും. അതോടൊപ്പം തന്നെ ഇവിടെ ഈ ആൻഡ് ഗേറ്റും അങ്ങനെ വർക്ക് ചെയ്യും. അതായത് ഒരേ സമയം തന്നെ ഓരോ ആൻഡ് ഗേറ്റും പ്രവർത്തിക്കുകയും ഇതിൻ്റെ ക്ലോക്ക് ആൻഡ് ഗേറ്റിൽ നിന്ന് ക്ലോക്ക് ഇൻപുട്ടായിട്ട് കിട്ടുകയും ചെയ്യും. ഓക്കെ, കാരണം അത് ബബിൾഡ് ആൻഡ് ഗേറ്റ് ആണ്, അല്ലെങ്കിൽ ബബിൾഡ് ക്ലോക്കാണ്. അതുകൊണ്ട് തന്നെ ബബിൾഡ് ക്ലോക്കിൽ നെഗറ്റീവ് ട്രാൻസിഷൻ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമുക്ക് കൗണ്ടിങ് സിങ്ക്രണസ് കൗണ്ടറിൻ്റെ ഔട്ട്പുട്ടായിട്ട് 0 to 7 വരെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഇനി സിങ്ക്രണസ് അപ്പ് ഡൗൺ കൗണ്ടർ, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ സിങ്ക്രണസിൻ്റെ അസിങ്ക്രണസിൽ അപ്പ് ഡൗൺ കൗണ്ടർ പറഞ്ഞ പോലെ തന്നെ സിങ്ക്രണസിൽ എന്തുണ്ട്, അപ്പ് ഡൗൺ കൗണ്ടർ ഉണ്ട്. ദ കൗണ്ടർ ഫിഗർ ഷോസ് ദാറ്റ് 4-bit അപ്പ് ഡൗൺ കൗണ്ടർ. ഇതാണ് നമ്മുടെ 4-bit അപ്പ് ഡൗൺ കൗണ്ടർ. നോക്കിയാൽ ഓൾ J and K ഇൻപുട്ട്സ് ആർ ടൈഡ് ടു പ്ലസ് VCC. ഇവിടെ അപ്പ് കൗണ്ട് വെച്ചിട്ടുണ്ട്, ഡൗൺ കൗണ്ടിൻ്റെ ഒരു ഓർ ഗേറ്റ് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാറ്റിനും അതുപോലൊരു അപ്പ് ആൻഡ് ഡൗൺ കൗണ്ടറിൻ്റെ കണക്ഷൻ എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. നോക്കിയാൽ to operate in the count up mode, the system clock is applied to the count up input while the countdown input is held low. കൗണ്ട് അപ്പ് നമുക്ക് അപ്പ് കൗണ്ടർ ആണെങ്കിൽ എന്ത് ചെയ്യണം, കൗണ്ട് ഡൗൺ ലോ ആക്കി വെക്കണം, കൗണ്ട് അപ്പ് ഹൈ ആക്കി വെക്കണം. ഇനി കൗണ്ട് ഡൗൺ മോഡിൽ വെക്കണമെങ്കിൽ അപ്ലൈ ടു ദ കൗണ്ട് ഡൗൺ ഇൻപുട്ട് വൈൽ ഹോൾഡിംഗ് ദ കൗണ്ട് അപ്പ് ഇൻപുട്ട് ലോ. കൗണ്ട് അപ്പ് എന്തായിരിക്കണം, ലോ ആയിരിക്കണം, കൗണ്ട് ഡൗൺ ഹൈ ആയിരിക്കണം. ആ സമയത്തായിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഈ ഒരു കോൺഫിഗറേഷനിൽ നമുക്ക് ഇത് അപ്പും അല്ലെങ്കിൽ ഡൗൺ കൗണ്ടറായിട്ട് ഇത് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ സമയം കളയുന്നില്ല. നിങ്ങളിത് വായിച്ച് നോക്കുക, ഇതിൻ്റെ ഓരോന്നും എങ്ങനെയാണ് വരുന്നതെന്ന് ട്രൈസ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ഇനി സിങ്ക്രണസ് അപ്പ് ഡൗൺ കൗണ്ടറിൻ്റെ ഗ്രാഫാണ് നോക്കുന്നത്. ABCD ഔട്ട്പുട്ട് വരുന്നത്. അതിന് ക്ലോക്ക് സിഗ്നൽ കൊടുത്തിട്ട് ഓരോ ക്ലോക്കിൻ്റെ നെഗറ്റീവ് ട്രാൻസിഷനിൽ ഹൈ വരുന്നു. അതുപോലെ നമ്മൾ ഗ്രാഫിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പ് ആണെങ്കിലും ഡൗൺ കൗണ്ടർ ആണെങ്കിലും സിങ്ക്രണസ് ആണെങ്കിലും അസിങ്ക്രണസ് ആണെങ്കിലും ഒക്കെ സെയിം ആണ്. പക്ഷേ അതിൻ്റെ നമുക്ക് ഒരേ സമയം തന്നെ ക്ലോക്കിന് അതേ സമയം തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ നമ്മുടെ സിലബസിൽ പറയുന്ന 74193, അതായത് അപ്പ് ഡൗൺ കൗണ്ടറിൻ്റെ IC ആണ്. ഓർത്തിരിക്കുക, അതിൻ്റെ പിൻ ഡീറ്റെയിൽസ് ഒന്ന് ഓർത്ത് വെക്കുക. അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ കൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അതിൻ്റെ ലോജിക്കൽ ഡയഗ്രാണ് കുറേ കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്, വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല. സിലബസിൽ പറഞ്ഞ സമയത്ത് ഞാനത് ആഡ് ചെയ്തതേ ഉള്ളൂ. ഇനി ഡീക്കേഡ് കൗണ്ടർ. എന്താണ് ഡീക്കേഡ് കൗണ്ടർ? 10 വരെ അല്ലേ, 10 എണ്ണമുള്ള അല്ലെങ്കിൽ എണ്ണം 10 0 to 9 വരെ പോകുന്ന കൗണ്ട് അല്ലേ, അതാണ് നമ്മുടെ ഡീക്കേഡ് കൗണ്ടർ എന്ന് പറയുന്നത്. ഡീക്കേഡ് കൗണ്ടറിൻ്റെ സർക്യൂട്ട് ഡയഗ്രം കൊടുത്തിരിക്കുന്നത് JM K VCC കണക്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത ഔട്ട്പുട്ടിൽ കണക്ട് നമ്മൾ അപ്പ് കൗണ്ടർ ആണല്ലോ. ഡീക്കേഡ് കൗണ്ടർ എന്ന് പറഞ്ഞാൽ അപ്പ് കൗണ്ടറാണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് നമ്മൾ ക്ലോക്കായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ, ക്ലോക്കായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ 10 ലിമിറ്റ് ചെയ്യാൻ പറ്റും, 4 എണ്ണം ഉണ്ടല്ലോ. അപ്പം 16 വരെ പോകാൻ സാധ്യതയുണ്ട്. അപ്പം 16 വരെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, ഇവിടെ ഒരു ആൻഡ് ഗേറ്റ് വെച്ചിട്ട് ലിമിറ്റ് ചെയ്തിരിക്കുകയാണ് എവിടെ വരെ പോകണം എന്നുള്ളത്. അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ 0 to 9 വരെ ഈ കൗണ്ടർ ഉപയോഗിച്ചിട്ട് കൗണ്ട് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. ഓക്കെ, ഇത് നോക്കിക്കേ, നമുക്കിവിടെ 5x2 എന്ന് പറയുമ്പോഴത്തേക്കും ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. 5 ഡീകോഡിൻ്റെ അല്ലെങ്കിൽ 5 വരെ എണ്ണം 2 എണ്ണം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡീക്കേഡ് കൗണ്ടർ ഉണ്ടാക്കിയിരിക്കുന്നത്.
അപ്പോൾ അതിൻ്റെ ജെയും കെയും എല്ലാം വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ 10ൽ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില ടെക്നിക്സ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. സി ബാറിൽ നിന്ന് എടുത്തിട്ട് നേരെ ജെയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ക്ലോക്ക് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്, ഇതിൻ്റെ ക്ലോക്ക് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് ഡയറക്റ്റ് ക്ലോക്കാണ്. രണ്ടാമത്തെ സെക്ഷനിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ചെറിയ ടെക്നിക്കുകൾ ചെയ്തിട്ടാണ് നമ്മളതിനെ 5ൽ ലിമിറ്റ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളതിനെ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, ഇവിടെ 0 1 2 3 4 ഒക്കെയാണ്. 5 വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ നോക്കിയാൽ D1 ആവുന്നു, ബാക്കിയെല്ലാം 0 ആവുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ഡയറക്റ്റ് മോഡിലല്ല പോകുന്നത്, സ്ട്രൈറ്റ് ത്രൂവിലല്ല പോകുന്നത്. എങ്ങനെ പോകുന്നത്? ഒരു ബിഗിനറി കോഡ് എന്ന് പറയും. ബിഗിനറി കോഡ് വഴിയാണിത് കോഡാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, 5ന് പകരം ഇവിടെ 1 ഇട്ടിട്ട് 0 0 ഇട്ടു, 1 0 0 1 1 0 1 0 1 0 1 1 1 1 0 0. അപ്പം അങ്ങനെയാണ് അതിൻ്റെ നമ്പർ അങ്ങനെ കൗണ്ട് കണ്ടിന്യൂ ചെയ്യുന്നത്. നോർമൽ ബൈനറി സീക്വൻസിലല്ല, അതായത് നോർമൽ എന്താ പറയുക സ്ട്രൈറ്റ് ആയിട്ടുള്ള പോക്കല്ല പോകുന്നത്. എങ്ങനെ അത് എണ്ണി പോകുന്നത്? ഇതുവരെ ഓക്കെയാണ്, പക്ഷേ ഒരു ബിഗിനറി കോഡ് എന്നുള്ളതാണ് ഇതിന് പറയുന്നത്. ബിഗിനറി കോഡ്, ബൈനറി കോഡല്ല, ബിഗിനറി കോഡ് എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഗൂഗിളിൽ. അതിൽ വ്യത്യാസമൊന്നുമില്ല. ഇതിന് ഒരു ഇവിടെ വരെ എണ്ണിയതിന് ശേഷം പിന്നെ വരുന്നത് വേറൊരു രീതിയിലാണെന്ന് മാത്രമേ ഉള്ളൂ.